ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് ഐസ്ക്രീം സ്പൂണുകളാണ്. നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഈ ഐസ്ക്രീം സ്പൂണുകൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ അതിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതും കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളതും കട്ട് ചെയ്തെടുത്തു. നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പോലെ നമുക്ക് കുറച്ചെണ്ണം കൂടെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മളിവിടെ കുറച്ചെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് കവറുകളാണ്. ആദ്യം നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അടിവശവും മുകൾ വശവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇന്ന് നമ്മൾ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്നത് പോലത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇനി പ്ലാസ്റ്റിക് കവർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് പഴയ ഷാളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നൂലും വേണം. ഇനി നമ്മൾ സ്പൂണിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇതൊരെണ്ണം എടുത്ത് പ്ലാസ്റ്റിക് കവറിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കതിൻ്റെ ഇവിടെ ആയിട്ട് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. ഈ സ്പൂണുകളെല്ലാം പവിമോളുടെ ബർത്ത്ഡേക്ക് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതായിരുന്നു. ആ സ്പൂണുകളെല്ലാം കഴുകി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതുപോലെ നമ്മളത് നൂല് വെച്ച് കെട്ടിക്കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോ ഇതളുകളും ഇതുപോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അടുത്ത ഇതളും നമുക്ക് പ്ലാസ്റ്റിക് കവറിൽ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. കേക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന തെർമോക്കോളിൻ്റെ ആ ഒരു കപ്പും നമ്മളെല്ലാം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ആ കപ്പുകളെല്ലാം വെച്ചും ഇനി നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ രണ്ടാമത്തെ ഇതളും ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തു. ഇതുപോലെയുള്ള 6 ഇതളുകളാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മളിവിടെ 6 ഇതളുകൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിവിടെ ഒരു ഈർക്കിളി എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവറിൻ്റെ ചെറിയ ചെറിയ പീസുകളാണ് നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഈർക്കിളിയിലേക്ക് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. നമ്മളിതിനകത്ത് പ്ലാസ്റ്റിക് കവറിൻ്റെ പീസ് വെച്ച് കൊടുത്തതിന് പകരമായിട്ട് നമുക്ക് കോട്ടനൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മളിവിടെ നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇപ്പം നമ്മളത് ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ള ഓരോ ഇതളുകളും നമുക്കിതിൻ്റെ ചുറ്റുമായിട്ട് വെച്ച് കൊടുക്കാം. മുഴുവനായും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. നമ്മളിത് ചെയ്തെടുക്കുന്ന വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ഇതളും അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുത്തു. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്ന ഫ്ലവറിൽ 5 ഇതളുകൾ വെച്ച് കൊടുക്കാനേ പറ്റുന്നുള്ളൂ. നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഇതൾ നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ഇപ്പം നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവർ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്ലവറിൻ്റെ താഴെ വെച്ച് കൊടുക്കാനുള്ളത് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഒരു റൗണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിൽ നമ്മളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കത് ഫ്ലവറിൻ്റെ താഴെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് നമ്മൾ ഫ്ലവറിൻ്റെ താഴെ ഒട്ടിച്ചെടുത്തു. പിന്നീട് നമ്മൾ അതിൻ്റെ തണ്ടിൽ പ്ലാസ്റ്റിക് കവറിൻ്റെ പീസ് ഇതുപോലെ ചുറ്റിയെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇത് വെച്ചാണ് നമ്മൾ ഇലകൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ ഇലകൾ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളിവിടെ ഐസ്ക്രീം സ്പൂണുകൾ വെച്ചാണ് പൂക്കളും ഇലകളും ചെയ്തെടുക്കുന്നത്. ഫ്ലവറിൻ്റെ ഇതളുകൾ ചെയ്തെടുത്തതുപോലെ തന്നെയാണ് നമുക്ക് ഇലയും ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മളത് നൂല് വെച്ച് കെട്ടിക്കൊടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ ഒരു ഇല ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു ഇല കൂടെ ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ 2 ഇലകൾ ചെയ്തെടുത്തു. ഇനി നമുക്കതിൻ്റെ തണ്ടിലേക്ക് അത് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം.
വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 2 ഇലകളും നമ്മൾ അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുത്തു. ഇനി നമ്മളതിൽ കെട്ടിക്കൊടുത്തിട്ടുള്ള നൂല് കാണാതിരിക്കാൻ വേണ്ടി അവിടെ നമുക്ക് പ്ലാസ്റ്റിക് കവറിൻ്റെ പീസ് ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. മുഴുവനായും വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറെ 2 പൂക്കൾ കൂടെ നമ്മൾ ചെയ്തെടുത്തു. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്നും നമുക്ക് 3 ഫ്ലവർ ചെയ്തെടുക്കാനേ അതുണ്ടായിരുന്നുള്ളൂ. വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണിത്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള 3 പൂക്കളും നമ്മൾ ഇതിനകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ അടപ്പ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് തെർമോക്കോളിൻ്റെ പീസൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തു. ഇനി നമ്മളിതിൻ്റെ ഇവിടെ ആയിട്ട് ഈ ലൈസ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ അതിൽ ലൈസൊക്കെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള 3 പൂക്കളും നമുക്കതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം നമ്മളിതിൻ്റെ തണ്ടുകൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള 3 പൂക്കളും അതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ പൂക്കൾ 3 നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തു. ഇനി നമുക്കിതിൽ വെച്ച് കൊടുത്തിട്ടുള്ള തെർമോക്കോൾ പീസിൻ്റെ മുകളിലായിട്ട് വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള തെർമോക്കോൾ പീസിൻ്റെ മുകളിൽ മുഴുവനായും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മൾ അതിനകത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വൂളൻ ത്രെഡ് അതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വൂളൻ ത്രെഡ് എല്ലാം ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. വളരെ സിമ്പിളായി വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.